ഇഡിക്ക് തിരിച്ചടി. ബിനീഷ് കൊടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഇഡിയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ബിനീഷിന് ജാമ്യം നൽകിയ കർണാടക ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബിത, ശരിക്കും ഇഡിക്ക് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? കോടതിയുടെ നിരീക്ഷണമൊക്കെ ഏത് തരത്തിലായിരുന്നു? കീർത്തി, ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഇപ്പോൾ ഇഡിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് കർണാടക ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ ബിനീഷിന് ജാമ്യം അനുവദിച്ചിരുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇഡിയുടെ ആവശ്യം അനിവാര്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഇപ്പോൾ തീരുമാനം. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് ഈ ജാമ്യം അനുവദിച്ചത് റദ്ദാക്കണമെന്നാണ് ഇഡി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ നേരത്തെ ഈ കർണാടക ഹൈക്കോടതി ഇത്തരത്തിൽ ബിനീഷ് കോടിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ നിരീക്ഷിച്ച കാര്യങ്ങൾ, അതായത് സംശയാസ്പദമായ രീതിയിൽ, അതായത് നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ കേസുകൾ എടുക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ബിനീഷിനെതിരായ ഇഡിയുടെ കേസ് നിലനിൽക്കില്ലെന്ന അടക്കമുള്ള നിരീക്ഷണവും അന്ന് കർണാടക ഹൈക്കോടതി നടത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ കേസിൽ പ്രതിയല്ലാത്തതിനാൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ബിനീഷിനെതിരെ നിലനിൽക്കില്ല എന്ന് തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതി ബിനീഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നത്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിക്കുകയും എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇഡിയുടെ ആവശ്യം അനിവാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജസ്റ്റിസുമാരായ BR ഗവായ്, സഞ്ജീവ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇപ്പോൾ ഇഡിയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. കീർത്തി. കേൾക്കത്തില്ല.